ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AES അൽഗോരിതമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ DES അൽഗോരിതം ഡിസ്കസ് ചെയ്തു. ആ സമയത്ത് നമ്മൾ കണ്ടു DES എന്ന് പറയുന്നത് വൾനറബിൾ ടു ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനൊരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ DESഉം DESഉം കണ്ടത്. അതായത് DESനകത്ത് മോർ എൻക്രിപ്ഷൻസ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. മറ്റൊരു ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു കംപ്ലീറ്റ്ലി ഒരു ന്യൂ അൽഗോരിതം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് AES അൽഗോരിതം. AESൻ്റെ മറ്റൊരു പേരാണ് റിജൻഡൽ എന്നുള്ളത്. AESനകത്ത് നമ്മൾ എടുക്കുന്നത് 128 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റാണ്. അതിൻ്റെ കീയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഒന്നുകിൽ 16 ബൈറ്റ് ആവാം, അല്ലെങ്കിൽ 24 ബൈറ്റ് ആവാം, അല്ലെങ്കിൽ 32 ബൈറ്റ്സ് ആവാം. അതായത് 128 ബിറ്റ്, 192 ബിറ്റ്, 256 ബിറ്റ്. ഇതിനകത്ത് കീയുടെ ലെങ്ത്ത് വേരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് AES പലതരത്തിലുണ്ട്. AES 128, AES 192, AES 256. ഇതെല്ലാം ഡിപ്പെൻഡിങ് ഓൺ ദ കീ ലെങ്ത് ആണ്. അതുപോലെ തന്നെ AESനകത്ത് പല റൗണ്ട്സ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ റൗണ്ട്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് കീയുടെ ലെങ്ത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് 16 ബൈറ്റ് ആണ് കീ ലെങ്ത് എടുക്കുന്നതെങ്കിൽ നമ്പർ ഓഫ് റൗണ്ട്സ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഇനി കീ ലെങ്ത് 24 ബൈറ്റ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് റൗണ്ട്സ് എന്ന് പറയുന്നത് 12 ആയിരിക്കും. കീ ലെങ്ത് എന്ന് പറയുന്നത് 32 ബൈറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് റൗണ്ട്സ് എന്ന് പറയുന്നത് 14 ആയിരിക്കും. അങ്ങനെ കീയുടെ ലെങ്തിനനുസരിച്ച് നമ്പർ ഓഫ് റൗണ്ട്സ് വേരി ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞു പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത് 128 ബിറ്റ്സും കീ ലെങ്ത് എന്ന് പറയുന്നത് 128, 192, 256 അങ്ങനെ പലതും ആവുന്നു. ഈ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന AES നമ്മൾ കീയുടെ ലെങ്ത് 128 ബിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് 10 റൗണ്ട്സുള്ള AES ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ DESനകത്ത് കണ്ടു അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫീസ്റ്റൽ സ്ട്രക്ചർ ആയിരുന്നു. അതായത് നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റിനെ 2 ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് half of the data block is used to modify the other half of the data block and then halves are swapped. അതായത് ഒരു ഹാഫ് യൂസ് ചെയ്തിട്ട് മറ്റേ ഹാഫിനകത്ത് ചേഞ്ചസ് വരുത്തി ലാസ്റ്റ് നമ്മൾ ഹാഫ്സ് എല്ലാം സ്വാപ്പ് ചെയ്ത് അങ്ങനെ അതായിരുന്നു ഫീസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. DES ബേസ്ഡ് ഓൺ ഫീസ്റ്റൽ സ്ട്രക്ചർ ആയിരുന്നു. പക്ഷേ AESൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡാറ്റ ബ്ലോക്കിനെ ഒരു സിംഗിൾ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്ത് ആ ഫുൾ ഡാറ്റയെ ഒന്നിച്ചെടുത്താണ് പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് AES instead process the entire data block as a single matrix during each round using substitution and permutation. അതായത് AESനകത്ത് നമ്മൾ ഫുൾ ഡാറ്റേനെ ആസച്ച് എടുത്ത് പ്രോസസ്സ് ചെയ്യും. ഓരോ റൗണ്ടിനകത്തും സബ്സ്റ്റിറ്റ്യൂഷനും പെർമ്യൂട്ടേഷനും ഉണ്ടായിരിക്കും. AESനകത്ത് ഇങ്ങനെയാണ് വർക്കിംഗ് വരുന്നത്. DESനകത്ത് നമുക്ക് ഫീസ്റ്റൽ സ്ട്രക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. An alternative rather than feastal cipher process data as block of 4 column of 4 bytes, operate on entire data block in every round and designed to be resistant against known attacks, speed and code compactness on many CPUs, design simplicity. അതായത് നമ്മൾ മൊത്തം ഡാറ്റേനെ സ്റ്റേറ്റ് അറേ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് 4x4 മെട്രിക്സ്. അങ്ങനെയാണ് നമ്മൾ ഫുൾ ഡാറ്റേനെ ഒരു 4x4 അതായത് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 16 ബൈറ്റ്സ് ആയിരിക്കും. ആ 16 ബൈറ്റിനെ 4x4 മെട്രിക്സ് ആയിട്ട് 4x4 സ്റ്റേറ്റ് അറേ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഓരോ റൗണ്ടിലും ആ ഫുൾ സ്റ്റേറ്റ് അറേ എടുത്ത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. General structure: data block of 4 column of 4 bytes is state. Key is expanded to array of words.
It has 10, 12, 14 rounds in which state undergoes. നമ്മൾ പറഞ്ഞു കീ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എടുക്കുന്നത് 128 ബിറ്റ് കീ ആണ് എടുക്കുന്നത്, അതായത് 10 റൗണ്ട്സ്. നമ്മളിവിടെ ഈ കീനെ ഒരു വേർഡ് എന്ന് പറയുന്നത് 32 ബിറ്റാണ്. അങ്ങനെ 4 വേർഡ്സാണ് ഓരോ റൗണ്ടിലും നമ്മൾ എടുക്കുന്നത്. നമുക്കിതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്, ഷിഫ്റ്റ് റോ, മിക്സ് കോളം, ആഡ് റൗണ്ട് കീ, ഇങ്ങനെ ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ ഓരോ റൗണ്ടിലുണ്ട്. നമുക്ക് 10 റൗണ്ട്സ് ആണുള്ളതെന്ന് പറഞ്ഞു. 10 റൗണ്ട്സ് ആണെങ്കിലും നമുക്ക് 11 ആഡ് റൗണ്ട് കീ സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. സോ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റേജിനകത്ത് തന്നെ നമുക്ക് ഉള്ളത് 128 ബിറ്റ് കീ ആണ്. 128 ബിറ്റ് കീനെ 4 വേർഡ്സായിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു റൗണ്ടിൽ തന്നെ ഫുൾ കീ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ റൗണ്ടിലും യൂസ് ചെയ്യാൻ കീകൾ വേണം. സോ നമ്മൾ ഈ 4 വേർഡ്സിനെ 44 വേർഡ്സായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. കീ എന്നുള്ളത് നമ്മൾ 4 വേർഡ്സിനെ 44 വേർഡ്സായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ 11 പ്രാവശ്യം ആഡ് റൗണ്ട് കീ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ള 4 വേർഡ്സിനെ 44 വേർഡ്സായിട്ട് എക്സ്പാൻഡ് ചെയ്യും. എന്നിട്ട് ഓരോ സ്റ്റേജിനകത്തും ബൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഷിഫ്റ്റ് റോ, മിക്സ് കോളം, ആഡ് റൗണ്ട് കീ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇനീഷ്യൽ XOR key material and incomplete last round with fast XOR and table lookup implementation. ഇതാണ് AES എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ പറയുന്നത്. നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്. പ്ലെയിൻ ടെക്സ്റ്റിനകത്ത് നമുക്ക് 128 ബിറ്റാണ് ഉണ്ടായിരുന്നത്. നമുക്ക് 10 റൗണ്ട്സ് കാണിച്ചിട്ടുണ്ട്. ഈ 10 റൗണ്ട്സിലും ആഡ് റൗണ്ട് കീ ഉണ്ട്. ഇനീഷ്യലി തന്നെ ഒരു എക്സ്ട്രാ ആഡ് റൗണ്ട് കീ ഉണ്ട്, അതായത് 11 ആഡ് റൗണ്ട് കീ വരുന്നുണ്ട്. ഓരോ റൗണ്ടിലും 4 വേർഡ്സുള്ള കീകളാണ് യൂസ് ചെയ്യുന്നത്. അതായത് 128 ബിറ്റ് കീ തന്നെ ഓരോ റൗണ്ടിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതാണ് ഫസ്റ്റ് കാണിച്ചേക്കുന്നതാണ് എൻക്രിപ്ഷൻ, സെക്കൻഡ് കാണിച്ചേക്കുന്നതാണ് ഡീക്രിപ്ഷൻ. ഡീക്രിപ്ഷനകത്ത് സൈഫർ ടെക്സ്റ്റ് കൊടുത്തു, പിന്നെ ഒരു ആഡ് റൗണ്ട് കീ ഉണ്ട്, പിന്നെ ഇൻവേഴ്സ് ഷിഫ്റ്റ് റോ, ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്, ഇൻവേഴ്സ് മിക്സ് കോളം, ആഡ് റൗണ്ട് കീ, ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ബൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. ബൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ A simple substitution of each byte uses one table of 16 by 16 byte containing a permutation of all 256 8-bit values. Each byte of state is replaced by byte indexed by row left 4 bits and column right 4 bits. Example, byte 95 is replaced by a byte in row 9 column 5 which has value 2a. Substitution box constructed using defined transformation of values in Gaussian field 2 raised to 8, designed to be resistant to all known attacks. അവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു. ഇൻപുട്ട് പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ സ്റ്റേറ്റ് അറേ ആയിട്ട് 4x4 സ്റ്റേറ്റ് അറേ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അതാണ് ഇവിടെ കാണിക്കുന്ന S00 തൊട്ട് S33 വരെയുള്ള ഈ മെട്രിക്സ്. ഇതിനകത്ത് 16 ബൈറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് ഓരോ ബൈറ്റും നമ്മൾ എസ് ബോക്സിലെ ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്ത് ഒരു പുതിയ സ്റ്റേറ്റ് അറേ ഉണ്ടാക്കുകയാണ് ഇതിനകത്ത് വരുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റിനകത്ത് വരുന്നത്. അതായത് നമുക്കിപ്പം S11നെയാണ് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അവിടെ ഉണ്ടായിരുന്ന വാല്യൂ 59 ആണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഇവിടെ ഫസ്റ്റത്തെ 59നകത്ത് 5 റോ ആയിട്ടും 9 കോളമായിട്ടും, ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചിരുന്നത് 95 ആണ്. റീപ്ലേസ്ഡ് ബൈ ബൈറ്റ് ഇൻ റോ 9 കോളം 5. അതായത് ഇവിടെ തന്നേക്കുന്ന വാല്യൂയിൽ ലെഫ്റ്റ് 4 ബിറ്റ് റോയും റൈറ്റ് 4 ബിറ്റ് കോളവും, അങ്ങനെ നമ്മൾ ഇതിനകത്ത് എടുക്കുക ചെയ്യുന്നത്. ലെഫ്റ്റ് 4 ബിറ്റ് റോയും റൈറ്റ് 4 ബിറ്റ് കോളും. അതായത് ഇപ്പോൾ ഏത് വാല്യൂ 95 ആണെങ്കിൽ 9 എന്നുള്ളത് റോയും 5 എന്നുള്ള കോളും, അങ്ങനെ ഏത് ലെഫ്റ്റ് 4 ബിറ്റ് വെച്ചിട്ട് റോയും റൈറ്റ് 4 ബിറ്റ് വെച്ചിട്ട് ഇവിടെ XY വെച്ച് കാണിച്ചേക്കുന്നുണ്ടല്ലോ, ഇവിടെയുള്ള വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ വാല്യൂ
എസ് ബോക്സിൽ നിന്ന് എടുത്തിട്ട് ആ സ്റ്റേറ്റ് അറേക്കകത്ത് ആ വാല്യൂവിനെ റീപ്ലേസ് ചെയ്യും. അങ്ങനെ എല്ലാം റീപ്ലേസ് ചെയ്യും. അതാണ് ബൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷനകത്ത് വരുന്നത്. ഇനി ഷിഫ്റ്റ് റോ എന്ന് പറയുന്നത്. ഷിഫ്റ്റ് റോ എന്ന് പറയുന്നതിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എ സർക്കുലർ ബൈറ്റ് ഷിഫ്റ്റ് ഇൻ ഈച്ച് അതായത് ഫസ്റ്റ് റോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. തേർഡ് റോ എന്ന് പറയുന്നത് 2 ബൈറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. ഫോർത്ത് റോ എന്ന് പറയുന്നത് 3 ബൈറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഷിഫ്റ്റ് റോയിൽ വരുന്നത്. നമുക്ക് 4 റോകളാണുള്ളത് 4x4 മാട്രിക്സ്. ഫസ്റ്റ് റോ ഒന്നും ചെയ്യുന്നില്ല. സെക്കൻഡ് റോയ്ക്കകത്ത് 1 ബൈറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ്. അടുത്ത തേർഡ് എന്ന് പറയുമ്പോൾ 2 ബൈറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ്. നാലാമത്തേനകത്ത് 3 ബൈറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ്. അങ്ങനെയാണ് സർക്കുലർ ഷിഫ്റ്റ് ചെയ്യുന്നത്, ഷിഫ്റ്റ് റോയിൽ ചെയ്യുന്നത്. ഡീക്രിപ്റ്റ് ഇൻവേർഡ്സ് യൂസിങ് ഷിഫ്റ്റ് റൈറ്റ്. നമ്മൾ എൻക്രിപ്ഷനകത്ത് ലെഫ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ ഡീക്രിപ്ഷനകത്ത് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യും. സിൻസ് സ്റ്റേറ്റ് ഈസ് പ്രോസസ്ഡ് ബൈ കോളം, ദിസ് സ്റ്റെപ്പ് പെർമ്യൂട്ട് ബൈറ്റ് ബിറ്റ്വീൻ ദ കോളം. ഇതാണ് കാണിച്ചേക്കുന്നത്. കണ്ടില്ല, ഫസ്റ്റത്തെ അങ്ങനെ തന്നെ വെച്ചു. അടുത്തതിനകത്ത് 1 ബൈറ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ്, അടുത്തതിനകത്ത് 2 ബൈറ്റ് സർക്കുലർ ഷിഫ്റ്റ്, അടുത്തതിനകത്ത് 3 ബൈറ്റ് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ്. അങ്ങനെ 4 റോയ്ക്കകത്ത് 3 എണ്ണത്തിനും ചേഞ്ച് വരുത്തി. ഇനി വരുന്നത് മിക്സ് കോളമാണ്. മിക്സ് കോളത്തിനകത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻറ്റ് മെട്രിക്സുമായിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. അതിനകത്ത് ശരിക്കും വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇതാണ് പോളിനോമിയലാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. ഈച്ച് കോളം ഈസ് പ്രോസസ്ഡ് സെപ്പറേറ്റ്ലി. ഈച്ച് ബൈറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ വാല്യൂ ഡിപ്പെൻഡൻറ്റ് on all 4 bytes in the column. Effectively a matrix multiplication in Gaussian field 2 raised to 8 using prime polynomial m of x, x raised to 8 plus x raised to 4 plus x cube plus x plus 1. ഇതുമായിട്ട് നമ്മൾ സ്റ്റേറ്റ് അറേ ആണ് ഈ S0 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. ഇപ്പുറത്തുള്ളത് എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഒരു കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതിൻ്റെ റിസൾട്ടാണ് ഇപ്പുറം കാണിച്ചേക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ് അറേ ഉണ്ട്. ആ സ്റ്റേറ്റ് അറേനെ നമ്മൾ ഈ മെട്രിക്സ് വെച്ചിട്ട് 2 3 1 1 1 2 3 1 1 1 2 3 3 1 1 2 ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്ന ഇതാണ് മിക്സ് കോളത്തിനകത്ത് വരുന്നത്. Can express each column as 4 equation to derive each new byte in column. Decryption requires use of inverse matrix with larger coefficient, hence a little harder. Have an alternate characterization. Each column of 4-term polynomial with coefficient in Gaussian field. Polynomial multiplied modulo x raised to 4 plus 1. ഇനിയുള്ളതാണ് ആഡ് റൗണ്ട് കീ. നമുക്ക് 11 ആഡ് റൗണ്ട് കീ സ്റ്റെപ്പുകളാണ് വരുന്നത്. XOR സ്റ്റേറ്റ് വിത്ത് 128 ബിറ്റ് ഓഫ് ദ റൗണ്ട് കീ. ഓരോ റൗണ്ടിലും 128 ബിറ്റ് കീ ആണ് ആഡ് ചെയ്യുന്നത്. എഗെയിൻ പ്രോസസ്ഡ് ബൈ കോളം ദോ എഫക്റ്റീവ്ലി എ സീരീസ് ഓഫ് ബൈറ്റ് ഓപ്പറേഷൻ. ഇൻവേഴ്സ് ഫോർ ഡീക്രിപ്ഷൻ identical, since XOR on inverse with the reversed keys. Designed to be as simple as possible. A form of Vernam cipher on expanded key. Require other stages for complete security. ഇതാണ് ആഡ് റൗണ്ട് കീ കാണിച്ചേക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റേറ്റ് അറേനെ 4 വേർഡ്സ്, അതായത് 4 വേർഡ്സ്, 1 വേർഡ് എന്ന് പറയുമ്പോൾ 32 ബിറ്റ്, അങ്ങനെ 4 വേർഡ്സ് എന്ന് പറയുമ്പോൾ 128 ബിറ്റ് കീയുമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് അറേനെ ആഡ് ചെയ്ത് ആഡ് റൗണ്ട് കീ പെർഫോം ചെയ്തു. ഇതാണ് AESൻ്റെ കംപ്ലീറ്റ് റൗണ്ട് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു പ്ലെയിൻ ടെക്സ്റ്റ് തന്നു, അത് 128 ബിറ്റ് പ്ലെയിൻ ടെക്സ്റ്റ്. അതിന് നമ്മൾ 4x4 സ്റ്റേറ്റ് അറേ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. എന്നിട്ട് ഓരോ ബൈറ്റിനെയും എസ് ബോക്സിലെ വാല്യൂസ് വെച്ച് റീപ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്കൊരു പുതിയ സ്റ്റേറ്റ് അറേ കിട്ടി. അതിനകത്ത് നമ്മൾ ഷിഫ്റ്റ് റോ ചെയ്തു. അതായത് ഫസ്റ്റ്
റോ അങ്ങനെ തന്നെ വെച്ചു. സെക്കൻഡ് ഒരു ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ്, അടുത്ത് 2 ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ്, അതിൻ്റെ അടുത്ത് 3 ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റ്, അങ്ങനെ ഷിഫ്റ്റ് റോ ചെയ്തു. അപ്പോൾ നമുക്ക് വേറൊരു സ്റ്റേറ്റ് അറേ കിട്ടി. പിന്നെ ആ കോൺസ്റ്റൻറ്റ് മാട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മിക്സ് കോളം പെർഫോം ചെയ്തു. അങ്ങനെ പുതിയ സ്റ്റേറ്റ് അറേ കിട്ടി. അതിനകത്ത് ആഡ് റൗണ്ട് കീ, ഓരോ റൗണ്ടിലും 128 ബിറ്റ് കീ വെച്ചിട്ട് ആഡ് റൗണ്ട് കീ പെർഫോം ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന AES കീ എക്സ്പാൻഷൻ. അതായത് നമുക്ക് 128 ബിറ്റ് കീയേ ഉള്ളൂ, അതായത് ഫോർ വേർഡ്സേ ഉള്ളൂ. അതിനെ 44 വേർഡ്സ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണം. ടേക്ക് 128 ബിറ്റ് കീ ആൻഡ് എക്സ്പാൻഡ് ഇൻറ്റു അറേ ഓഫ് 44, 52, 60, 32 ബിറ്റ് വേർഡ്സ്. അതായത് 10 റൗണ്ട് ആണെങ്കിൽ 44, 12 ആണെങ്കിൽ 52, അങ്ങനെ ആണ്. ഓരോ സ്റ്റേജിന് ഓരോ കീയുടെ ലെങ്തിനനുസരിച്ചും എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ സൈസ് വ്യത്യാസം വരും. സ്റ്റാർട്ട് ബൈ കോപ്പിയിങ് കീ ഇൻറ്റു ഫസ്റ്റ് 4 വേർഡ്സ്, then loop creating words that depend on value in previous and 4 places back. In 3 or 4 cases, just XOR these values. First word with word in 4 has rotate S-box substitution and XOR round constant on previous before XOR with the 4th back. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ AESൻ്റെ കീ എക്സ്പാൻഷൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഈ 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത എല്ലാ കേസിനകത്തും നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ XOR ആണ് ചെയ്യുന്നത്. സിമ്പിൾ XOR എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് വേർഡ്സ്, അതായത് വേർഡ് W(i-1) ആൻഡ് വേർഡ് 4 പൊസിഷൻ ബാക്ക് W(i-4) ഈ ഇത് വെച്ചിട്ട് ഒരു XOR ഓപ്പറേഷനാണ് അവിടെ നടക്കുന്നത്. അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത കേസുകളിലെല്ലാം. 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കേസാണെങ്കിൽ നമ്മളൊരു കോംപ്ലക്സ് ഫങ്ഷൻ ഒരു G അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇതാണ് AESൻ്റെ കീ എക്സ്പാൻഷൻ കാണിച്ചേക്കുന്നത്. ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത എല്ലാ കേസിലും W(i-1)ഉം W(i-4)നുമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ XOR ഓപ്പറേഷനാണ് ചെയ്യുന്നത്. 4ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്ന കേസിലെല്ലാം ഒരു കോംപ്ലക്സ് ഫങ്ഷൻ Gയും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് കാണിച്ചേക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കീനെ നമ്മൾ ഒരു 4 വേർഡ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. സ്റ്റാർട്ട് ബൈ കോപ്പിയിങ് കീ ഇൻറ്റു ഫസ്റ്റ് 4 വേർഡ്സ്, അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. പിന്നെയുള്ളതെല്ലാം XOR ഓപ്പറേഷൻ W(i-1)ഉം W(i-4)ഉം വെച്ചിട്ടുള്ള XOR ഓപ്പറേഷനാണ് കാണിച്ചേക്കുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് നമ്മൾ അതിൻ്റെ ഒരു കീ എക്സ്പാൻഷൻ്റെ ഒരു ഫങ്ഷനാണ് കാണിച്ചേക്കുന്നത്. ഫോർ i=0, i<4, i++നകത്ത് W(i) എന്ന് പറയുന്നത് കീ ഓഫ് 4 × i, 4 വേർഡ്സ് ആണല്ലോ വരുന്നത്. 4 × i 4i+1, 4i+2, 4i+3 വരും. ഇനി i=4 തൊട്ടിട്ട് 44 വരെയുള്ള കേസിനകത്ത് നമ്മൾ ആദ്യം ടെമ്പിനകത്തോട്ട് i-1 കൊടുത്തു. i mod 4 = 0 ആണെങ്കിൽ, അതായത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ ടെമ്പ് എന്ന് പറയുന്നത് സബ് വേർഡ് റൊട്ടേറ്റ് വേർഡ് ടെമ്പ് XOR റൗണ്ട് കോൺസ്റ്റൻറ്റ് i/4. അല്ലാത്ത കേസ് എന്ന് പറയുമ്പം W(i) എന്ന് പറയുന്നത് നമ്മൾ ടെമ്പ് എന്ന് പറഞ്ഞാൽ i-1 ആണ്. അതും i-4ആയിട്ടുള്ള XOR ഓപ്പറേഷനാണ് വരുന്നത്. അതിനകത്ത് റൊട്ടേറ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, റൊട്ടേറ്റ് വേർഡ് പെർഫോംസ് എ 1-byte സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ഓൺ എ വേർഡ്. ദിസ് മീൻസ് ദാറ്റ് ആൻ ഇൻപുട്ട് വേർഡ് നമുക്ക് B0, B1, B2, B3 ആണെങ്കിൽ ട്രാൻസ്ഫോംഡ് ഇൻറ്റു B1, B2, B3, B0, അതായത് ലെഫ്റ്റ് സർക്കുലർ ഷിഫ്റ്റാണ് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ് പെർഫോം എ ബൈറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓൺ ഈച്ച് ബൈറ്റ് ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് വേർഡ് യൂസിങ് S-box. നമ്മൾ മറ്റിനകത്ത് പറഞ്ഞ പോലെ തന്നെ റൊട്ടേറ്റ് വേർഡ് എന്ന് പറയുമ്പം ഒരു ബൈറ്റ് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റും, സബ്സ്റ്റിറ്റ്യൂട്ട് വേർഡ് എന്ന് പറയുമ്പം S-box സബ്സ്റ്റിറ്റ്യൂഷനുമാണ് വരുന്നത്.
The result of step rotate wordum substitute wordum is XORed with a round constant arcon. ഇവിടെ ആർക്കോൺ I/4 എന്ന് പറയുന്നില്ല, ഒരു റൗണ്ട് കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പറേഷൻ ചുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ കേസിനകത്ത് നമ്മുടെ ഇൻപുട്ടിനെ ജസ്റ്റ് ഫോർ വേർഡ്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും, ജസ്റ്റ് അത് കോപ്പി ചെയ്തെടുത്തു. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെയുള്ള എക്സ്പാൻഷനകത്ത് വരുന്നത് എന്താ വെച്ചാൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷനും റൊട്ടേഷനും എല്ലാം വരുന്നുണ്ട്, റൗണ്ട് കോൺസ്റ്റൻ്റ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇനി 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത കേസിനകത്താണെങ്കിൽ W(i)-4ഉം W(i)യും വെച്ച് XOR ആണ് ചെയ്യുന്നത്. Key expansion rational. Designed to resist non-attack. Design criteria include knowing part key, insufficient to find many more, invertible transformation, fast on wide range of CPUs, use round constant to break symmetry, diffuse key bits into round key, enough non-linearity to hinder analysis, simplicity of description. AESൻ്റെ ഡീക്രിപ്ഷനാണ് ഇനി പറയുന്നത്. AES decryption is not identical to encryption since step done in reverse, but can define an equivalent inverse cipher with steps as for encryption, but using inverse of each step with different key schedule. Works since result is unchanged when swap byte substitution and shift rows, swap mixed column and add round key. ഇതാണ് AESൻ്റെ ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് സൈഫർ ടെക്സ്റ്റ് കൊടുത്തു, ആഡ് റൗണ്ട് കീ, ഇൻവേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ബൈറ്റ്, ഇൻവേഴ്സ് ഷിഫ്റ്റ് റോ, ഇൻവേഴ്സ് മിക്സ് കോളം, ആഡ് റൗണ്ട് കീ, ഇങ്ങനെ വരുന്നു. അങ്ങനെ 10 റൗണ്ട്സ്. ഇംപ്ലിമെൻറ്റേഷൻ ആസ്പെക്റ്റ് can efficiently implement on 8-bit CPU. Byte substitution work on byte using a table of 256 entry. Shift row is simple byte shift. Add round key work on byte XORs. Mix column requires matrix multiplication in Gaussian field 2^8, which work on byte value can be simplified to use table lookup and byte XOR. Can efficiently implement on 32-bit CPU. Redefine step to use 32-bit words. Can pre-compute 4 table of 256 words. Then each column in each round can be computed using 4 table lookup plus 4 XOR at a cost of 4 KB to store tables. Designers believe this very efficient implementation was a key factor in its selection as a AES cipher.